നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ബിജു പുളിക്കനാണ്. നമസ്കാരം. നമസ്കാരം. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അതിലൂടെ ഇൻഷുറൻസിൻ്റെ നമ്മുടെ സംശയങ്ങളിലേക്ക് നമുക്ക് ഉത്തരങ്ങൾ തേടാം. അങ്ങ് തന്നെ പരിചയപ്പെടുത്തുകയുള്ളൂ. ആദ്യമേ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. പേര് ബിജു പുളിക്കൽ. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുമായി അറൗണ്ട് 14 വർഷത്തെ പരിചയമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ഇൻഷുറൻസിൻ്റെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു സ്ഥാപനം എന്നുള്ള നിലയിലേക്ക് കടന്നിട്ട് 3 വർഷമായിട്ടുള്ളൂ. അതിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിലേക്ക് കടന്നിട്ട് റീസെൻ്റ്ലി ഒരു 3 മാസം മുമ്പാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളത്. ഓക്കെ. ഈ ഇൻഷുറൻസിൻ്റെ ചലഞ്ചേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇത്രയും വർഷം വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഓരോ ചലഞ്ചിങ് ബാരിയേഴ്സ് ഉണ്ടാവും. അത് എങ്ങനെയാണ് ഓരോന്നിലും? ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഓരോ വർഷവും ചാലഞ്ചുകൾ മാറി വരും. ഇപ്പോൾ ഞാൻ 10 വർഷം മുന്നേ കണ്ട ചാലഞ്ച് ആയിരിക്കില്ല ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അത് മാറിക്കൊണ്ടേയിരിക്കും. അതുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ സ്ഥാപനങ്ങൾ വരുന്നതിനനുസരിച്ചാണ് ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയും തളർച്ചയുമായിട്ട് വരിക. അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ടിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ കൂടുതലും ഓഫ്ലൈൻ കസ്റ്റമേഴ്സിനെ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കസ്റ്റമറുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിപ്പിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒറ്റ രീതിയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കസ്റ്റമർ ബേസ് സ്ട്രോങ് ആണ്. ഓരോ വർഷവും പുതിയ കസ്റ്റമേഴ്സിനെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയി കണ്ടുപിടിക്കുന്നത് തന്നെ കൃത്യമായ സെലക്ഷനിലൂടെയാണ്. ഒരു വലിയ രീതിയിൽ 1-2 വർഷം കൊണ്ട് വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ് ആകുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ രീതിയിലല്ല ഞങ്ങളുടെ പ്രവർത്തനം. കാരണം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സർവീസ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരും. അത് നമ്മളുടെ പേരിനെ ബാധിക്കും, സ്ഥാപനത്തിൻ്റെ പേരിനെ ബാധിക്കും, അത് ഭാവിയിൽ നമ്മുടെ പ്രൊഡക്ഷനെയും ബാധിക്കും. പ്രൊഡക്ഷൻ എന്നാൽ ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു വരുന്ന ഒന്നാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഈ പൊതുവെ നമ്മളിപ്പം കേൾക്കുന്ന ഒരു ഇൻഷുറൻസിൻ്റെ എൻ്റെ ഒരു സംശയം, ചിലർ എന്നോട് ചോദിച്ച സംശയമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇൻഷുറൻസ് ഒരു പോളിസി എടുത്തു. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വാഹനത്തിന് വേണ്ടി ഒരു പോളിസി എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 400 ദിർഹമാണ് നമുക്ക് എക്സ്പെൻസ് ആയത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പീരീഡ് ആകുമ്പോൾ അപ്രോച്ച് സ്വാഭാവികമാണ്, അത് കൂടുതലാണ്. അതെന്താണ് അതിൻ്റെ ഒരു ശരിക്കുള്ള മാനദണ്ഡം? അതിൻ്റെ യഥാർത്ഥ റീസണിലേക്ക് പോകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രീമിയം കൂടിയത്, അത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെയോ ഇൻഷുറൻസ് ബ്രോക്കിങ്ങിൻ്റെയോ തീരുമാനമല്ല. ഇവിടെ നമ്മുടെ ഗവൺമെൻറ്, UAE ഗവൺമെൻറ് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി പഠിച്ച് അതേക്കുറിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വൈകിപ്പിക്കാറില്ല. മറ്റ് കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ UAE ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡാണ്. ആ രീതിയിൽ തന്നെ പല കസ്റ്റമേഴ്സിനും ഈ ചെറിയ പ്രീമിയത്തിൽ പോളിസികൾ വാങ്ങി അത് പല ഇൻഷുറൻസ് കമ്പനികളുടെയും സർവീസ് റിലേറ്റഡുമായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് കടന്നു വരും. അപ്പോൾ ഈ ചെറിയ പ്രീമിയത്തിന് പോളിസികൾ ഒരുപാട് കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു UAE. അങ്ങനെ വരുന്ന സമയത്ത് ഇതെല്ലാം സർവീസിനെ ബാധിച്ചു തുടങ്ങി. ഈ ചെറിയ പ്രീമിയത്തിന് അവർക്ക് വലിയ സർവീസ് കൊടുക്കാതെ പറ്റാതെ വന്നു. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉദാഹരണത്തിന് ഒരു 1000 ദിർഹംസിന് മുന്നേ ഒരു പോളിസി കളക്ട് ചെയ്ത ഒരാൾക്ക് ഇതുപോലെ തന്നെ മില്യൺസ് ഓഫ് രീതിയിലുള്ള പ്രോഡക്റ്റുകൾ സെല് ചെയ്ത ഇൻഷുറൻസ് കമ്പനിക്ക് ഇത്രയും പേരെ സർവീസ്, നേരത്തെ ഞാൻ പറഞ്ഞ ആ സർവീസ് പ്രശ്നം വന്നു. അത് പ്രീമിയം ഒരുപാട് കളക്ട് ചെയ്തു, പക്ഷെ അതിന് പറ്റിയ രീതിയിലേക്ക് അവർക്ക് സർവീസ് കൊടുക്കാൻ പറ്റാതെ വരുന്നു. സർവീസ് കിട്ടാതെ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഹയർ അതോറിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ഒന്നുകിൽ അത് ചിലരത് വിട്ടുകളഞ്ഞ് സ്വന്തം പൈസയ്ക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റുമ്പോഴാണ് നമ്മൾക്ക് ഇത്തരവുമായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിയതാൽ, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്ക് കാണുന്ന ഒരു കണ്ട് അല്ലെങ്കിൽ അങ്ങനെ ബെനിഫിറ്റ്സ് എടുക്കുന്നൊന്നല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ആ ഇൻഷുറൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ പിന്നെ ക്ലെയിം വേണ്ടി വരും. ആ സമയത്താണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുമായി
ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള ഒരു സർവീസ് കിട്ടാതെ വരുമ്പോൾ അത് റിപ്പോർട്ടുകളായിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് അതോറിറ്റി കംപ്ലയിൻറ്റ് സെക്ഷൻ ഓപ്പൺ ആണ്. ഈ ഇൻഷുറൻസ് അതോറിറ്റി കംപ്ലയിൻറ്റ് സെക്ഷനിൽ അത് കൃത്യമായി അവർ റീഡ് ചെയ്യുന്നുണ്ട്, അത് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വരുമ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ഡിസ്കഷൻസ് അവർ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഷുറൻസ് അതോറിറ്റി തീരുമാനപ്രകാരം ഒരു മിനിമം പ്രീമിയം എന്നുള്ളൊരു ഒരു കൺസേൺ ഇൻഷുറൻസ് അതോറിറ്റി കൊണ്ടുവന്നു. ആ മിനിമം പ്രീമിയം എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നിർബന്ധമായും പാലിക്കേണ്ട ഒന്നാണ്. അതിൻ്റെ പേരിൽ തന്നെ മിനിമം പ്രീമിയം കുറച്ചുകൂടി റീസണബിൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാധാരണക്കാർക്ക് അതൊരു വലിയ പ്രീമിയം ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കംപ്ലയിൻസ് വരുന്നത്. ഇത് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മുടെ UAE നിവാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ സർവീസ് ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് UAE ഗവൺമെൻറ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതാണ് ഇൻഷുറൻസ് അതോറിറ്റി നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സർവീസ് കുറച്ചും കൂടി മെച്ചപ്പെട്ട സർവീസ് കിട്ടും. ഭാവിയിൽ ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് ബ്രോക്കേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ ഇതുമൂലം കുറച്ചുകൂടി സ്ട്രോങ് ആയി പോകും. ഒരിക്കലും ഒരു ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെയോ നിങ്ങൾക്ക് കുറ്റപ്പെടുത്തേണ്ട രീതിയിലേക്ക് വരാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് UAE ഗവൺമെൻറ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങളോ പ്രീമിയം കൂട്ടുന്നതല്ല. ആദ്യം അത് സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. അത് ശരി. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു മോണിറ്ററിംഗ് അതോറിറ്റി ഉണ്ട്, അവരുടെ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ഇതിനെ ഫോളോ ചെയ്യുന്നത്. അതെ, മിനിമം ഇത്ര തന്നെ വേണമെന്ന് ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻ തരുന്നു, അതിനെയാണ് ഈ ബ്രോക്കേഴ്സ് ആയിരുന്നാലും ഇൻഷുറൻസ് കമ്പനി ആയിരുന്നാലും ഫോളോ ചെയ്യുന്നത്. അതെ. പക്ഷേ എന്നാൽ പോലും ചിലപ്പം അവർക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ പ്രീമിയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. മിനിമം പ്രീമിയം ഒരു എന്താ പറയുക, ഒരു ഹബ്ബായിട്ട് വെച്ചിരിക്കുകയാണ്. അതിനു മേലെ ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും അവരുടെ പ്രൈസ് അവരുടെ ലോസ് റേഷ്യോക്ക് അനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ചില വണ്ടികൾ ഇപ്പോൾ പലരും എന്നോട് പറയുന്നുണ്ട്, ബിജു ത്രൂ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇൻഷുറൻസ് എടുത്തിരുന്നു, അവരുടെ ഇൻഷുറൻസിന് 2000 ദിർഹംസേ പേ ചെയ്തുള്ളൂ, അതേ വണ്ടി തന്നെയാണ് ഞാനും യൂസ് ചെയ്യുന്നത്, ഞാനും വാങ്ങിയത്, ആ വണ്ടിക്ക് ബിജു എൻ്റെ നിന്ന് 600 ദിർഹംസ് കൂടുതലാണ്, 2600 ദിർഹംസ് പ്രീമിയം വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ കോമൺ ആണ്. ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരേ വണ്ടിക്ക് 2 പേർക്ക് 2 പ്രീമിയം വരുന്നത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അത് അവരുടെ ഏജ് ബാരിയർ, അവരുടെ ഒരുപക്ഷെ നാഷണാലിറ്റി, അതെല്ലാം ഈ പ്രീമിയത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇൻഷുറൻസ് കമ്പനികൾ കൊണ്ടുപോകുന്നുണ്ട്. അതെല്ലാ ഇൻഷുറൻസ് കമ്പനികളല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ ലോസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ലോസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതെല്ലാം നാഷണാലിറ്റികൾ ആക്സിഡൻറ്റ് കൂടുതൽ നടത്തുന്നു, ഏതെല്ലാം വണ്ടികളിൽ കൂടുതൽ ആക്സിഡൻറ്റ് വരുന്നു, ഇതെല്ലാം അവർ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മോഡൽ വണ്ടികളുണ്ട്, നിസാൻ മാക്സിമ അല്ലെങ്കിൽ മസ്ഡ, ഇതെല്ലാം ആക്സിഡൻറ്റ് റേഷ്യോ പ്ലസ് എന്താ പറയുക അതിൻ്റെ പാർട്സിന് കൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ചില വണ്ടികളുടെ പാർട്സ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ പ്രൈസ് കൂടി അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക നമ്മളുടെ റിപ്പയറിംഗ് കോസ്റ്റ് കൂടി അതിനെ ബാധിക്കുന്നു വരും. റിപ്പയറിംഗ് കോസ്റ്റിംഗ് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള വണ്ടികൾക്ക് കുറച്ചുകൂടി പ്രീമിയം കൂട്ടി വാങ്ങി ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ലോസ് റേഷ്യോ ഇൻഷുറൻസ് കമ്പനി ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അവർ നടത്തും. ഇതെല്ലാം ബാധിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആളുകളെ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ വേറൊരു നമ്മളിപ്പോൾ ഒരു പോളിസി എടുത്തു, ആ പോളിസിയിൽ ആ ഇയറിൽ നമുക്ക് ആക്സിഡൻറ്റ് ക്ലെയിമുകളൊന്നും ചെയ്യേണ്ടി വന്നില്ല, ഭാഗ്യം ആ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും നെക്സ്റ്റ് ഇയറിലേക്ക് പോളിസി എടുക്കുമ്പോൾ എന്താണ് അതിൽ ചേഞ്ച് വരുമോ ഇല്ലയോ? ഇവിടെ നോ ക്ലെയിം ബോണസ് അല്ലെങ്കിൽ നോ ക്ലെയിം ഡിസ്കൗണ്ട് എന്നൊരു ഓപ്ഷൻ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും കൊടുക്കുന്നുണ്ട്. എങ്കിലും അത് മിനിമം പ്രീമിയം എന്നുള്ളൊരു ബാരിയർ ഉള്ളതുകൊണ്ട് തന്നെ ആ മിനിമം ബാരിയറിൽ മിക്ക വണ്ടികളും ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം പ്രീമിയം എന്നുള്ളൊരു ബാരിയറിൽ തട്ടി നിൽക്കുന്നതാണ്. കാരണം വണ്ടി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 3 വർഷമായിട്ട് ക്ലെയിം ഒന്നും ചെയ്യാത്തതായിരിക്കാം. പക്ഷേ ചിലപ്പോൾ 2000 ദിർഹംസാണ് ഇൻഷുറൻസ് കമ്പനി മിനിമം പ്രീമിയം വാങ്ങുന്നതെങ്കിൽ അത്രയും തന്നെ പ്രീമിയം ഈ ലോസ് റേഷ്യോ, അതായത് ക്ലെയിം ഇല്ലാത്ത ഈ കസ്റ്റമേഴ്സും പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ. അപ്പോൾ അതിൽ വലിയ വേരിയേഷൻ ഉണ്ട്. അത് ഇപ്പോൾ പുതിയൊരു വണ്ടി നിസാൻ പെട്രോൾ വാങ്ങി 2 വർഷം ആ വണ്ടിക്ക് കൃത്യമായിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ക്ലെയിമായിട്ടൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂവിന് സമാന്തരമായിട്ടുള്ള ഒരു പെർസെൻറ്റേജാണ് ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ബേസ് ചെയ്തുകൊണ്ട് അവർക്കെല്ലാം ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ടുകൾ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നോ ക്ലെയിം ബോണസ് എന്നൊരു സിസ്റ്റം ഇവിടെയുണ്ട്, അതെല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഫോളോ ചെയ്യുന്നുണ്ട്. എങ്കിലും അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ല എന്നാണ് ഉത്തരം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ചില ഡ്രൈവർ മീൻസ് അത് അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല. ഇൻ കേസ് ഇപ്പം ഈ വർഷം പോളിസി എടുത്തു, 2 ആക്സിഡൻറ്റ് നടന്നു,
അപ്പോൾ അടുത്തതിലേക്ക് ചെല്ലുന്നു, അടുത്ത വർഷം എടുത്തു, അവിടെയും 2-3 ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന കാറ്റഗറിയിൽ എന്തായിരിക്കും അടുത്ത ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ പ്രീമിയം കൂടുമോ അതോ സെയിം പ്രീമിയം ആണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇത് ഇൻഷുറൻസ് കമ്പനികളുടെ നേച്ചർ ഓഫ് രീതി അനുസരിച്ച് തന്നെ വരും. ചില ഇൻഷുറൻസ് കമ്പനികൾ പ്രീവിയസ് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ മിനിമം പ്രീമിയത്തിൽ തന്നെ കോട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി ഇത് തീർച്ചയായിട്ടും അവരത് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ ഒരു ഡ്രൈവറുടെ പ്രവർത്തനം അല്ലാന്നുണ്ടെങ്കിൽ അത് അവർ എങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെയിം റിപ്പോർട്ടഡ് ആണോ അല്ലയോ. തീർച്ചയായും ക്ലെയിം റിപ്പോർട്ടഡ് ആണെങ്കിൽ ഈ പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനി എവിടെയാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് ആ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൈസ് തീർച്ചയായിട്ടും കൂടും. അങ്ങനെ അതൊരു കോമൺ ഫാക്റ്റ് ആണ്. അത് കോമൺ ഫാക്റ്റ് ആണ്. പക്ഷേ ഇതേ കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചാൽ ഇതൊന്നും മാനദണ്ഡമല്ലാത്ത ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ക്ലെയിം ഉണ്ടോ ഇല്ലയോ അതൊന്നും അവരെ സംബന്ധിച്ച് കൺസേൺ അല്ല. ആസ് ഓഫ് ദം ഇറ്റ്സ് എ ന്യൂ കസ്റ്റമർ ഫോർ ദം. അപ്പോൾ അവരത് കൺസിഡർ ചെയ്ത് അവർ ചിലപ്പോൾ അവരുടെ മിനിമം പ്രീമിയം എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് ആ മിനിമം പ്രീമിയത്തിൽ ഇതേ കസ്റ്റമർക്ക് പോളിസി എടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റ് റേഷ്യോ മറ്റ് രാജ്യങ്ങളിലെല്ലാം ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അത് നോട്ടിഫൈ ചെയ്ത് എല്ലാ ഇൻഷുറൻസ് കമ്പനികളിലും പ്രീമിയം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം രീതിയിലേക്ക് UAE പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. വരും വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് രീതി കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഈ സിസ്റ്റം മാറും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് ഒരുപക്ഷെ നമ്മുടെ ഇപ്പോൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവർക്കും ഇത് ബാധകമാവും. അപ്പോൾ എല്ലാവരുടെയും ഡ്രൈവേഴ്സിൻ്റെ നേച്ചർ ഓഫ് ഡ്രൈവിംഗ് തീർച്ചയായിട്ടും മാറ്റേണ്ട ഒരു UAE. ഇവിടെ നമ്മൾ മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ എന്താ, ഇവിടെ പലർക്കും വണ്ടി വളരെ ലേസി ആയിട്ട് വണ്ടി ഓടിച്ചു പോകുന്നവർക്ക് വളരെ കൂടുതലാണ് UAE. അതുകൊണ്ടാണ് UAE ഗവൺമെൻറ് ട്രാഫിക് വയലേഷന് വലിയ രീതിയിലുള്ള ഫൈനുകൾ ചുമത്തിക്കൊണ്ടു പോകുന്നത്. എങ്കിലും ട്രാഫിക്കോ അല്ലെങ്കിൽ ട്രാഫിക് വയലേഷനോ കുറയുന്നില്ല. അപ്പോൾ ഇതെല്ലാം ആക്സിഡൻറ്റ് റേഷ്യോ കൂടി ബാധിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശ്രദ്ധക്കുറവ് മൂലമുണ്ടാകുന്ന ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സായർ റോഡ് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാകുന്നത് 6-7 വണ്ടികളൊക്കെയാണ്. ഇതെല്ലാം ഇൻഷുറൻസ് കമ്പനിയെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഫുൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഇൻഷുറൻസ് കമ്പനികൾ തന്നെ അത് മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടുന്നത് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ പോലും ഇതെല്ലാം മാൻ പവർ ആണ്. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു വ്യക്തിയുടെ അശ്രദ്ധ മൂലമാണ് വരുന്നതെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ഇത്തരത്തിലുള്ളൊരു കറക്ഷൻ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആക്സിഡൻറ്റ് റേഷ്യോ കുറയും. അപ്പോഴാണ് ഇൻഷുറൻസ് കമ്പനികളും ബ്രോക്കേഴ്സും എല്ലാം കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുള്ളൂ. ഓക്കെ, കറക്റ്റാണ്. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഈ ഫൈനുകൾ വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ കുറച്ചുകൂടെ നോക്കിയാണ്, അതായത് ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ ട്രാഫിക് വയലേഷൻ വളരെ അത്ര ഫൈനൊന്നും അല്ല, നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ഇഷ്ടം ഇൻഡിക്കേറ്റഡ് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ AI സാങ്കേതിക വിദ്യയോടെ വന്നതോടുകൂടി എല്ലാ സ്ഥലത്തും അങ്ങനെയുള്ള ട്രാഫിക് റൂൾസ് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഈ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡ്രൈവേഴ്സ് അത് ബോധവാന്മാരാണ്. അപ്പോൾ ആക്സിഡൻറ്റ് റേഷ്യോ കുറയാനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് അല്ലേ? കാരണം ഭയമാണല്ലോ എല്ലാവരുടെയും. അതെ, തീർച്ചയായിട്ടും ആക്സിഡൻറ്റ് റേഷ്യോയിൽ കുറവ് വരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറവ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ആക്സിഡൻറ്റ് അത് നമ്മുടെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ രീതിയിലുള്ള ആക്സിഡൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ വണ്ടികളുടെ ബാഹുല്യം തന്നെയാണ് അതിന് കാരണം. അതായത് അത്രയധികം നമ്മൾ ഒരു വർഷം എക്സ്പെക്ട് ചെയ്യുന്ന വണ്ടികളേക്കാൾ കൂടുതൽ വണ്ടികളിവിടെ വരുന്നുണ്ട്. അത് റോഡുകൾ തീർച്ചയായിട്ടും UAE ഗവൺമെൻറ് അതിനനുസരിച്ച് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അതിലും കൂടുതൽ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ജനങ്ങൾ കൂടുതലായിട്ട് UAE എന്നുള്ള രാജ്യത്തെ വിശ്വസിച്ച് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഒരുപാട് പേരുടെ ഒരു ഹബ്ബായിട്ട് UAE മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസി ലൈഫിൽ UAE റോഡുകളിലും നമുക്ക് കാണാം. അല്ലെങ്കിൽ കൊറോണ കാലവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കൊറോണ കാലത്ത് അറിയാലോ ലോസ് റേഷ്യോ വളരെ രീതിയിൽ ചുരുങ്ങിയിരുന്നു. കാരണം ആളുകൾ പുറത്തിറങ്ങിയില്ല. ഇപ്പോൾ അതല്ല, ഇപ്പോൾ എല്ലാവരും പല രീതിയിലുള്ള തിരക്കുകളാണ്. ബിസി ലൈഫ് എന്ന് പറഞ്ഞാൽ UAE തന്നെ വരണം. അത് ഈവൻ പകലായാലും രാത്രിയായാലും. മറ്റ് ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രി സൈലന്റ് ആണ്. ഇവിടെ 8 മണി 9 മണിക്കെല്ലാം റോഡ് ബിസിയാണ്. ഇതെല്ലാം ഇൻഷുറൻസ് കമ്പനികൾ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് റിസ്ക് ആണ്. ഈ റിസ്ക് അനാലിസിസ് ചെയ്തിട്ടാണ് പ്രീമിയം നമ്മൾ ബേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ ബേസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഇവിടെ UAE എത്തിയത് ഏത് വർഷമാണ്? ഞാൻ 2007 ഡിസംബറിലാണ് UAE എത്തിയത്. ആദ്യം 3 വർഷം ഒരു IT സ്ഥാപനവുമായിട്ടാണ് വർക്ക് ചെയ്തത്. ഞാൻ ഒരു IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വന്ന് ഒരു സ്ഥാപനത്തിൽ 10 വർഷം വർക്ക് ചെയ്തതിന് ശേഷം പടിപടിയായി വളരെ ചെറിയ പോസ്റ്റിൽ കയറി അവിടെ നിന്ന് പടിപടിയായിട്ടാണ്
പ്രോഡക്റ്റുകൾ പഠിച്ച് മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് അല്ലെങ്കിൽ മാനേജർ എന്നുള്ള നിലയിൽ നിന്ന് ഇപ്പോൾ നോർത്ത് സ്റ്റാറിൻ്റെ പാർട്ട്ണറും അതുപോലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി മാത്രമല്ല, ജനറൽ പ്രോഡക്റ്റ് ആണെങ്കിലും അതുപോലെ മെഡിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിലും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. UAE-യുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമ്പനിക്ക് ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് വേണമെങ്കിലും അതെല്ലാം ഞങ്ങളുടെ കുടക്കീഴിൽ തന്നെ. അതിനു വേണ്ടിയിട്ട് മറ്റ് സൊല്യൂഷൻസ് IT പരമായിട്ടായാലും ഓൺലൈനായിട്ടായാലും ഇതെല്ലാം ഞങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്യൂർമി ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. സെക്യൂർമി അതൊരു നല്ലൊരു വേർഡാണ് അല്ലേ? അതെ. അപ്പം ഈ നാട്ടിൽ ശരിക്കും എവിടെയാണ്? ഞാൻ നാട്ടികയാണ്. നാട്ടിക വലപ്പാട്. നാട്ടിക പ്രശസ്തമായ സ്ഥലമാണ്. അതെ, യൂസഫ് അലിയുടെ നാടാണ്. അതെ 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 അതെ. അപ്പോൾ നാട്ടികയിൽ നിന്നുള്ള മറ്റൊരു എന്താണ് ഒരു ബിസിനസ്സുകാരനായി വളർന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന്. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, ഇൻഷുറൻസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർവീസ് സെക്ടറാണ്. ഇതൊരു ബിസിനസ് സെക്ടറായിട്ട് കാണുമ്പോഴേ നമ്മൾ പരാജയപ്പെടുന്നുള്ളൂ. ഇത് സർവീസ് സെക്ടറായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരമാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു മോട്ടോർ ഇൻഷുറൻസ് ചോദിച്ചു വരുന്നവർക്ക് എൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ ഇൻഷുറൻസ് എടുത്തേ മതിയാവും. ഇൻഷുറൻസ് ഇവിടെ നിർബന്ധമാണ്, കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഇൻഷുറൻസ് എൻ്റെ അടുത്തേക്ക് വരുന്നവർ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് വരുന്നവർ തീർച്ചയായിട്ടും അവർ ഉദ്ദേശിക്കുന്ന ഒന്നേ ഉള്ളൂ, ഇവരെ വിളിച്ചാൽ അല്ലെങ്കിൽ ഏത് സമയത്തും ഒരു ടെക്നിക്കൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സപ്പോർട്ടോ തരുന്ന ഒരു ടീം. അത് 14 വർഷമായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഉയർച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് കസ്റ്റമർ സർവീസ്. ശരിക്കാണ് ഒരു കസ്റ്റമറിനെ നമ്മൾ എത്രത്തോളം അവർക്ക് സർവീസ് കൊടുക്കുന്നു, അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ പോസിറ്റീവ് വൈബായിട്ട് തിരിച്ചു കിട്ടുന്നത്. കാരണം ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ ഞാനൊരു അടുത്ത് നിന്ന് ഇൻഷുറൻസ് എടുത്തു, എനിക്ക് പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവരുടെ അടുത്ത് തന്നെയാണല്ലോ വിളിക്കാനുള്ളത്. അപ്പോൾ അവർ പ്രോപ്പർ ഗൈഡ് ലൈൻ തന്നാൽ മാത്രമേ നമുക്ക് അവരിൽ സാറ്റിസ്ഫൈ ആവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അതെ അതെ, ഇതിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസാണ്. ഏതൊരു കസ്റ്റമർക്കും ഏത് തരത്തിലുള്ള ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തു പോയി ഒരു മെഡിക്കൽ, സാധാരണ ഇവിടുത്തെ ബേസിക് ഓറിയൻറ്റിൻ്റെ മെഡിക്കൽ പോളിസി എടുത്തൊരു കസ്റ്റമർ പോലും ഏത് സമയത്തും നമ്മളുടെ സ്റ്റാഫിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരത് ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും അവരുടെ റെഫറൻസുകൾ. ഞങ്ങളിവിടെ മാർക്കറ്റിംഗ് എന്നുള്ളൊരു രീതി ഇതുവരെ അവലംബിക്കാത്തൊരു വിഭാഗമാണ്. വലിയ രീതിയിൽ ഇപ്പോൾ ഒരുപാട് ബ്രോക്കേഴ്സ് എല്ലാം വലിയ രീതിയിൽ മാർക്കറ്റിങ്ങിന് പൈസ ചിലവാക്കുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് റെഫറൽ ത്രൂ കിട്ടിയ ബിസിനസ്സാണ് കൂടുതലും. അത് ഈ 14 വർഷം കൊണ്ട് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ആയത് ആ രീതിയിലാണ്. അത് കൂടുതൽ റെഫറൻസ് കിട്ടുന്നതിന് തന്നെ കാരണം ഏത് ചെറിയ കാര്യത്തിനും, ഒരു പനിയുമായിട്ട് മക്കളുമായി ക്ലിനിക്കിൽ പോയി അവിടുത്തെ അപ്രൂവൽ വൈകുന്നു, ആ കാര്യത്തിന് ഞങ്ങളെ വിളിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിളിക്കുന്നവരുണ്ട്. അതിൽ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അജ്മാൻ തന്നെ ബേസ് ചെയ്തിപ്പോൾ വരുന്ന ഒരു കസ്റ്റമർ ഉണ്ട്. അജ്മാനിലെ വൺ ഓഫ് ദ വലിയൊരു ഫുഡ് കമ്പനിയാണ്. ആ ഫുഡ് കമ്പനിയുടെ ഇൻഷുറൻസ് വർഷങ്ങളായിട്ട് എമർജിംഗ് വേൾഡ് പ്രാൻ ഫുഡ് കേട്ടിട്ടുണ്ടാവും. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തവണ മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂ ബോൺ ബേബി, ആ ന്യൂ ബോൺ ബേബിയെ നമ്മൾ അഡീഷൻ എന്ന് പറയും അതിന്. അതായത് ഒരു പുതിയ കുട്ടി നമ്മുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അഡീഷൻ അയക്കണം, ഇൻഷുറൻസ് കമ്പനിയെ ഇൻറ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ അവരുടെ HR ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. അത് അതായത് പ്രീമെച്യൂർഡ് ബേബി ആയിരുന്നു. അതൊരു വളരെ പാവപ്പെട്ട ഫാമിലി, ഹസ്ബൻഡും വൈഫും വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കുണ്ടായ ഒരു വലിയൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പലരും ഈ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ അറിയാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അത്ര പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ലത്. കാരണം അത് ക്ലെയിം റിജക്റ്റായി. അവർ വലിയൊരു ഹോസ്പിറ്റലിൽ കുട്ടിക്ക് പ്രീമെച്യൂർഡ് ആയതുകൊണ്ട് തന്നെ മാസങ്ങളോളം ചികിത്സ വേണ്ടി വന്നു. ആ എമൗണ്ട് ക്ലെയിം വലിയൊരു എമൗണ്ടാണ്, അത് ഇവിടെ പറഞ്ഞാൽ അത്ര വലിയ എമൗണ്ടാണ്. ആ എമൗണ്ട് ഒരു കാരണവശാലും അവരുടെ പേരൻസിന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെയാണ് ഞാനും ചെറിയ രീതിയിലൊക്കെ പൊതുപ്രവർത്തനം നടത്തിയ ആളാണ് നാട്ടിൽ, കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്ത്. അവിടെയെല്ലാം അത്തരത്തിലുള്ളൊരു രണ്ട് ഭാഗവും കേട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലാണ്. അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഡിസിഷൻ നമ്മൾ നേരിട്ട് കസ്റ്റമർ അറിയിച്ച് അതിൽ നിന്ന് മാറി നിൽക്കല്ല ചെയ്തത്. പകരം ഇവരുമായി ഇരുത്തി സംസാരിച്ച് 2 ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ നമ്മളുടെ ഇൻഷുറൻസ് മാനേജ്മെൻറ്റുമായിട്ട് ഇരുന്ന് സംസാരിച്ച് റിജക്റ്റായ ക്ലെയിം ഞങ്ങൾ ഒരു നല്ലൊരു രീതിയിലൂടെ സെറ്റിൽ ചെയ്ത് കൊടുത്തു. അന്ന് ഈ ഇൻസിഡൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ
ഈ പ്രീമച്യൂർഡ് ബേബിയുടെ അച്ഛനും അമ്മയും എൻ്റെ കൈ പിടിച്ച് കരഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അത് അത്തരത്തിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ച് ബിസിനസ് ഡെവലപ്മെൻറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത്. അതൊരു വലിയ കാര്യമാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാഹന ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ ലൈഫിൻ്റെ ഇത് ചെയ്യുന്നുണ്ട്. ലൈഫ് നമ്മൾ ചെയ്യുന്നില്ല, ലൈഫ് ഇൻഷുറൻസ് ഞങ്ങൾക്ക് താല്പര്യം. മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വെയർ ഹൗസ്, പിന്നെ ഷോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഈ വെയർ ഹൗസിൻ്റെയൊക്കെ ഇൻഷുറൻസ് എങ്ങനെയാണ് അത് വരുന്നത്? വെയർ ഹൗസിൻ്റെ ഇൻഷുറൻസ് എല്ലാം അത് ലൊക്കേഷൻ അനുസരിച്ച് വരും. അതുപോലെ അതിൻ്റെ എന്തൊക്കെയാണോ നമ്മൾ സബ്ജക്റ്റുകൾ അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഇതെല്ലാം നോക്കിയിട്ടാണ്. ഇതെല്ലാം അണ്ടർ റൈറ്റിംഗ് വരുന്നത്. ഇതിൽ 2 ടൈപ്പാണ് ഇവിടുത്തെ ഇൻഷുറൻസ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ പ്രോഡക്റ്റുകളാണെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഓൺലൈനാണ്. അതായത് ഒരു പോർട്ടൽ കൊടുത്ത് ഇൻഷുറൻസ് കമ്പനികൾ അവർ അത് ബാക്കപ്പ് വേരിയേഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഡയറക്റ്റ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് വർക്കിംഗ് ആസ് ആൻ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയാം. യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു വണ്ടിയുടെ പ്രീമിയം പലപ്പോഴും ഒരു വണ്ടി വാങ്ങുന്നതിനേക്കാൾ പൈസ കൂടുതലായിട്ട് വരാറുണ്ട്. ഇതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലെ യൂറോപ്യൻസ് ഓണേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരത് പലപ്പോഴും ഈ പ്രീമിയം വളരെ ചെറുതാണ് എന്ന് അവർ പുതുതായിട്ട് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് വരുന്ന യൂറോപ്യൻസിൻ്റെ ഒരു കൺസിഡറേഷനാണ്. അവരാണ് പറയുന്നത് ഇവിടെ വളരെ ചെറിയ പ്രീമിയത്തിന് നിങ്ങൾക്ക് എങ്ങനെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ യൂറോപ്യൻ നാടുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ നാടുകളിൽ ഇൻഷുറൻസ് കമ്പനികൾ ലിമിറ്റഡ് ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ UAE ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഈ ഇൻഷുറൻസ് കമ്പനികളുടെ കോമ്പറ്റീഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് പലരും ഒരു മിനിമം ബിസിനസ് വോളിയം അവർക്ക് വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് പല റിസ്ക്കുകളും ഇൻഷുറൻസ് കമ്പനികൾ ഏറ്റെടുക്കുന്നുണ്ട്. ഒരുപക്ഷേ ഇത്തരത്തിൽ വലിയ റിസ്ക്കുകൾ എടുക്കുന്നവർക്കാണ് കൂടുതൽ ലോസ് വരുന്നതും വരും കാലങ്ങളിൽ അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവർ മറ്റൊരു രീതിയിലേക്ക് അവർക്ക് നിയമസംവിധാനത്തിൻ്റെ രീതിയിലേക്കെല്ലാം കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. പല ഇൻഷുറൻസ് കമ്പനികളും ഇപ്പോൾ ഗ്രാജുവലി കുറഞ്ഞുകൊണ്ട് വരാണ്. UAE സംബന്ധിച്ച് പുതിയ ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങുകയല്ല, കുറഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. അത് മെർജിംഗ് എന്നുള്ള രീതിയിലേക്ക് 3-4 ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കുകൾക്ക് എന്താണോ സംഭവിച്ചത് അതേ രീതിയിലേക്ക് ഇൻഷുറൻസ് കമ്പനികളുടെ മാനദണ്ഡങ്ങൾ UAE ഗവൺമെൻറ് മാറ്റുന്നുണ്ട്. അതിനനുസരിച്ച് ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഒരുമിച്ച് 3 ഇൻഷുറൻസ് കമ്പനികൾ ഒരുമിച്ച് ഒരു കമ്പനിയെ റീസെൻ്റ്ലി ചരിത്രമുണ്ട്. അതുപോലെ തന്നെ പല കമ്പനികളും ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ അവരുടെ സർവീസിനെയും അല്ലെങ്കിൽ മറ്റു രീതിയിൽ കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇത് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതൊരു പുതിയ അറിവാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയും പോലെ ഇവിടെ യൂറോപ്യൻ കൺട്രിയേക്കാളൊക്കെ കുറവാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് നാട്ടിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിൽ പൊതുവേ ഇൻഷുറൻസ് വണ്ടി വാങ്ങുമ്പോൾ ആ ഫസ്റ്റ് ഇതിൽ ഇൻഷുർ ചെയ്യുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പൊതുവേ വളരെ കുറവാണ് അല്ലേ? അതേസമയം ഇവിടെ ആ ഒരു സിസ്റ്റം അല്ല. ഇവിടെ 100% അത് ഗവൺമെൻറ് ഇതുള്ളതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തേ പറ്റുള്ളൂ. അതെ അല്ലേ? അത് റൂളുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അത് രണ്ടും. നാട്ടിലും റൂളുകളെല്ലാം ഉണ്ട്, പക്ഷേ ആ റൂളുകൾ എത്രത്തോളം ജനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. UAE സംബന്ധിച്ച് നിയമലംഘകരെ ഇന്നല്ലെങ്കിൽ നാളെ UAE ഗവൺമെൻറ് കണ്ടെത്തും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ റിസ്ക് കൂടിയാണ് UAE സംബന്ധിച്ച്. ഒരു വണ്ടിയുമായിട്ട് ഈസി ആയിട്ട് റോട്ടിലിറങ്ങി നടക്കുന്ന രീതിയൊന്നുമല്ല. അതിനെ സംബന്ധിച്ച് അതിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ, അതുമായി ബന്ധപ്പെട്ടിട്ട് പാസിംഗ് ഇല്ലെങ്കിൽ, അത് കൃത്യമായി പുതുക്കിയിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തെ മറ്റു രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ AI ടെക്നോളജിയോട് കൂടി തന്നെ ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു വെഹിക്കിൾ തന്നെ എക്സ്പയറി, അതായത് മുൽക്കിയ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കാർഡ് എക്സ്പയർ ആയതിനു ശേഷം റൂട്ടിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും പോലീസിന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഫൈൻ വരുന്നുണ്ട്. ആരാണോ വെഹിക്കിൾ ഓണർ അത് ഇന്നല്ലെങ്കിൽ നാളെ പേ ചെയ്തേ പറ്റൂ. ആ രീതിയിലാണ്. അതിനനുസരിച്ച് വെഹിക്കിളിന് ഇവിടെ കൃത്യമായിട്ടുള്ള മാനദണ്ഡം കൊടുത്തിട്ടുള്ളത് ഇയർലി വൺസ് പാസിംഗ്, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഇൻഷുറൻസ്, ഐദർ ഇറ്റ്സ് തേർഡ് പാർട്ടി ഓർ ഫുൾ കോംപ്രിഹെൻസീവ്. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ബാധകമല്ല, പക്ഷേ ഇൻഷുറൻസ് കമ്പൽസറി ആണ്. ഇത് നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ പലരും ഇൻഷുറൻസ് എടുക്കാറില്ല, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ചുള്ള ഒരു സീരിയസ് കൺസേൺ അറിയുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അത്രയും പൈസ എന്തിനു നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ചിന്തയാണ്. പക്ഷേ ശരിയാണ്, 100% നമുക്ക് നാളെ എന്ത് സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം ഇൻഷുറൻസ് ഒരു അഭിവാജ്യ ഘടകം തന്നെയാണ് അല്ലേ? തീർച്ചയായും അത് നാട്ടിലും ആ കൾച്ചറിലേക്ക് വരും. കാരണം അവിടെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മുടെ നാട്ടിലും ഗവൺമെൻറ് റൂൾസ് സ്ട്രിക്റ്റ് ആക്കും. ഇതെല്ലാം പക്ഷേ സിസ്റ്റം വർക്ക് ചെയ്യുന്ന
ആ ഒരു ഫാസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. യു എ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് യു എ ഗവൺമെൻറ് പെട്ടെന്ന് റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ളൊരു, അവർ നാളെക്കുറിച്ചല്ല ഇന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് യു എയിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അവർ പഠിച്ചു കഴിഞ്ഞാൽ, റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു രീതി ഇവിടെ ഇല്ല. അത് എന്ത് കാര്യത്തിനായാലും. ഇപ്പോൾ മഴയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും വലിയൊരു ലോസ് ഉണ്ടായി കഴിഞ്ഞ വർഷത്തെ. അതിനുശേഷം അവർ ആദ്യം തീരുമാനിച്ചത് തന്നെ ഈ മഴ ഇതുപോലെ വീണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ അത് പലരെയും, അത് യു എയുടെ എക്കോണമിയെ അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ വലിയ രീതിയിൽ ഹിറ്റ് ചെയ്തൊരു കാര്യമാണ്. വലിയ രീതിയിൽ ലോസിലേക്ക് പോയി. അതും പ്രീമിയം കൂടാൻ വലിയൊരു കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇൻഷുറൻസ് അതോറിറ്റി ഇതിൽ കാര്യമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. പലർക്കും പല രീതിയിലുള്ള ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. ബാഡ് എക്സ്പീരിയൻസ് റീസൺ അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ പ്രീമിയം വളരെ ചെറിയ പ്രീമിയം വാങ്ങിയിട്ടുള്ളൂ, ഇത്രയും പ്രീമിയം ഇത്രയും വണ്ടികൾക്ക് ക്ലെയിം കൊടുക്കാൻ ഉദാത്യമല്ല എന്ന് കണ്ടതിൻ്റെ പേരിൽ തന്നെയാണ് ഒരു സ്ട്രിക്റ്റ് റൂളുമായിട്ട് ഗവൺമെൻറ് വന്നത്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഫ്ലഡ് റിലേറ്റഡ് കാര്യങ്ങൾ അത് പഠിച്ച് അതിന് ഏത് രീതിയിൽ അത് കറക്റ്റ് ചെയ്യാം എന്നൊരു ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് സഡൻലി. അവിടെയാണ് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ആക്ടിങ് വരുന്നത്. ശരിക്കും അപ്പം ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ സർവീസ് എങ്ങനെയാണ്? ഞങ്ങളുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം. അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്സ്. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഞങ്ങളുടെ കോൾ സെൻറ്റർ ടീമുണ്ട്. അവർ നൈറ്റ് അറൗണ്ട് 12 വരെ അവൈലബിൾ ആണ്. മോർണിംഗ് 8 to 12 നമ്മളുടെ കോൾ സെൻറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് തരത്തിലുള്ള സർവീസ് റിലേറ്റഡ് മാത്രമല്ല, എൻക്വയറി ആണെങ്കിൽ കൂടെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു, ഇൻഷുറൻസ് റിലേറ്റഡായിട്ടുള്ളൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അതുമാത്രം വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഏതെങ്കിലും രീതിയിൽ അതൊരു അരോചകമാകും, ഒരിക്കലുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സർവീസ് തന്നെയാണ് മെയിനായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വരും മാസങ്ങളിൽ നമ്മളുടെ ഓൺലൈൻ ആയിട്ടുള്ള പോർട്ടൽ ആക്റ്റീവ് ആവും. ആ പോർട്ടലിലൂടെ വന്നാലും ഡയറക്റ്റ് നമ്മുടെ കോൾ സെൻറ്റർ ടീം തന്നെ നിങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യും. ശരി. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരികയാണോ ഈ ഇതിലേക്ക് എത്താൻ വേണ്ടി? അതെ, ഞങ്ങൾ ഓഫ്ലൈൻ മോഡ് വെബ്സൈറ്റാണ്. സാധാരണ 2 വഴിയാണ് ഇവിടെ വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പോർട്ടൽ ത്രൂ കൊട്ടേഷൻ ഡയറക്റ്റ് കിട്ടുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേക്കുറിച്ച് പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പോർട്ടൽ ത്രൂ എടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തോ പലർക്കും അറിയാൻ പറ്റും. നമ്മളെ പോർട്ടലിൽ അവർ എഴുതി കാണിക്കും ഒരു നിസാൻ ഏതെങ്കിലും ഒരു എക്സ്ട്രൈൽ വണ്ടി, ഒരു 2020 നിസാൻ എക്സ്ട്രൈൽ വണ്ടിക്ക് നമ്മളൊരു കോട്ട് എടുക്കുന്ന സമയത്ത് പോർട്ടലിൽ അത് ചിലപ്പോൾ 70,000-80,000 വെഹിക്കിൾ വാല്യൂ കാണിക്കും. പ്രീമിയം കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മളത് അതിലേക്ക് പോവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനുശേഷം കസ്റ്റമറുമായിട്ട് ബാക്കപ്പ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്ത് വരുമ്പോൾ, കൺഫർമേഷനിലേക്ക് വരുമ്പോൾ അവിടെ വാല്യൂ മാറും, പ്രീമിയം മാറും, പല രീതിയിലുള്ള ഈ പറഞ്ഞ പോലത്തെ എക്സസോ അതുപോലുള്ള എല്ലാ ടീംസും മാറുന്നുണ്ട്. ഇത് പല രീതിയിലും പല കംപ്ലയിൻസും പല ഓൺലൈൻ ഉപഭോക്താക്കൾക്കും ഉണ്ടായിട്ടുള്ളതാണ്. ഇതെല്ലാം ഞങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ടെക്നോളജിയിലേക്ക് പോകാതെ ഓഫ്ലൈൻ തന്നെ കൃത്യമായ അണ്ടർ റൈറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കൊട്ടേഷൻ കസ്റ്റമർക്ക് ക്ലാരിറ്റിയോടുകൂടി ഷെയർ ചെയ്യുക. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക് ആൻഡ് സപ്പോർട്ട് നമ്മൾ ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ പോർട്ടലിലേക്ക് കിടക്കുന്നത്. അല്ലാതെ സാധാരണ എല്ലാവരും ചെയ്യാറെന്താണെന്ന് വെച്ചാൽ പോർട്ടൽ കൊണ്ടുവന്ന് അതിലത്തെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിനനുസരിച്ചായിരിക്കും സ്റ്റാഫുകളെ ആഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ ആദ്യം ചെയ്തത് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് സ്റ്റാഫിനെ ആഡ് ചെയ്തു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് കണ്ടു. അത് സ്റ്റഡി ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഇത് റിപ്പീറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോർട്ടൽ വൺസ് വി ലോഞ്ച് അതിനുശേഷം നമുക്ക് ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ് വരരുത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ കൊട്ടേഷൻ ഞങ്ങൾ ബാക്ക് എൻഡ് വഴിയാണ് ഷെയർ ചെയ്യുന്നത്. ഐദർ വാട്സപ്പ് ഓർ ഇമെയിൽ അഡ്രസ്സ്. വേറെ ഇറ്റ് ഈസ് ഈസി ആയിട്ടുള്ള ഓപ്ഷനാണോ അങ്ങനെയാണെങ്കിൽ ആ ഓപ്ഷനിലേക്കാണ് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ഡയറക്റ്റ് ഒരു ഏജൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്ത് കൺസേൺ ആണെങ്കിലും ഏജൻറ്റുമായിട്ട് പങ്കുവയ്ക്കാം. ഇനി വേറെ എന്തെങ്കിലും പ്രീമിയം വേരിയേഷനോ അല്ലെങ്കിൽ വേറെ വെഹിക്കിൾ വാല്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അവർക്ക് അതുമായിട്ട് ഞങ്ങളെ അറിയിക്കാം. ഇത് തന്നെയാണ് മെഡിക്കൽ ഇൻഷുറൻസിലും. മെഡിക്കൽ ഇൻഷുറൻസിലും 1-2 പ്ലാനല്ല, നിങ്ങൾക്ക് ഏത് പ്ലാനാണോ വേണ്ടത്, അതായത് ഇപ്പോൾ കുട്ടിക്കാണ്, മുതിർന്നവർക്കാണ്, ഇവർക്കെല്ലാവർക്കും ഏത് ടൈപ്പാണോ പ്ലാൻ വേണ്ടത് അതിനനുസരിച്ച് ഞങ്ങൾ അറിയിക്കാം. അതിനനുസരിച്ച് ഞങ്ങൾ കൊട്ടേഷൻ ഷെയർ ചെയ്യുന്നതാണ്. ആദ്യം നമ്മളൊരു കസ്റ്റമറെ പഠിക്കുക എന്നുള്ള രീതിയിൽ
തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അല്ലാതെ ഒരുപാട് 100, 200, 300, 400 എൻക്വയറികൾ ഒരേ സമയം വരുന്നു. ആ 400 പേരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് 400 പേരും അതിൽ നിന്ന് 5 or 10 പേരെ എടുക്കുന്നു എന്നുള്ള രീതിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ റേഷ്യോ വളരെ കൂടുതലാണ്. ഞങ്ങളുടെ അടുത്തേക്ക് 10 എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 80% എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ റേഷ്യോ പോകുന്നുണ്ട്. നമ്മൾക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഓക്കെ. അപ്പം ഇത്രയും സമയം, വിലപ്പെട്ട സമയം ബിജു സെക്യൂർ മീ എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് ഇതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ സംരംഭം കൂടുതൽ മികച്ച നിലവാരത്തിലേക്ക് പോവുകയും ചെയ്യട്ടെ. എല്ലാവിധ ആശംസകളും. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.